ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലാറ്റ്വിയ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ഹിഡൻ സ്പോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പം ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ആ പറഞ്ഞ സ്പോട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വുഡ് കൊണ്ടുള്ള സ്റ്റെപ്പാണ്. ഏകദേശം നല്ല പൊക്കത്തിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ആ വ്യൂ ഒക്കെ കാണാം അവിടെ. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഏകദേശം ഇതിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ അങ്ങോട്ടൊരു കറക്റ്റ് നാരോ പാത്ത് കാണാം. നമുക്ക് സെയിം ഇതേ വുഡൻ പാത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് നല്ലൊരു ഏരിയൻ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം അവിടെ കുറച്ച് കാറുകൾ എടുക്കൊണ്ട് ഇവിടെ വന്ന സഞ്ചാരികളുടെ ആയിരിക്കും. ഗായ്സ്, നമ്മളിവിടെ കയറി വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഗ സിറ്റിയുടെ ഒരു മാപ്പ് അവർ മെറ്റലിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ആ ടവറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തോട്ട് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പം ഗൈസ്, നമ്മൾ ഈ ടവറിൻ്റെ താഴെയാണ് ഇപ്പം നിൽക്കുന്നത്. അടിപൊളി ടവർ ഗൈസ്. എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. കാരണം ആകെ ഇവിടെ വന്നപ്പോഴും 1-2 ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ്. അങ്ങനെ വെളിയിൽ നിന്ന് ആരും ഇതുവരെ ഇങ്ങോട്ട് വന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷേ കിഡിലെ ഒരു സ്പോട്ടാണ് ഗൈസ്. ഇവിടുന്ന് എൻട്രി ആയാലും അടിപൊളി വ്യൂ ആണ്. നിങ്ങൾക്ക് അവിടെ എല്ലാം കാണാം ഗൈസ്. കിഡിലെ ഒരു വ്യൂ ആണ്. ഒരു ഫോറസ്റ്റിന് നടുക്ക് നമുക്ക് ഒരു ടവർ വ്യൂ. എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും ടോപ്പ് വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോപ്പിലെ വ്യൂ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഈ ടവറിൻ്റെ മുകളിലോട്ട് പോകാൻ പോവുകയാണ്. ഫുള്ള് വുഡ് കൊണ്ടുണ്ടാക്കിയ തടികളാണ്. അപ്പോൾ നമുക്ക് മണ്ണിട്ട് കയറാം. വരും. അപ്പോൾ ഗൈസ്, നമ്മൾ കയറി വന്നപ്പോൾ ഇവിടെ ഒരു വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നോ മോർ ദാൻ 5 പീപ്പിൾസ് ആർ അലൗഡ് അറ്റ് സെയിം ടൈം. അപ്പം 5 പേര് കൂടുതൽ നമുക്ക് ഇത് കയറാൻ പറ്റത്തില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും വെയിറ്റോ കാരണങ്ങൾ കൊണ്ടായിരിക്കും. നല്ല ഹൈറ്റിലാണ് ഉള്ളത്. അപ്പം നമുക്ക് കയറി നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പം പകുതി എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കിടിലം വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ. അത് സിറ്റി സെൻറ്ററാണ്. നമ്മൾ സിറ്റിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററോളം മാറിയുള്ള സ്ഥലത്താണ്. അപ്പം അത് മാത്രമല്ല ഗൈസ്, ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫുള്ള് കാട്. എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഇവിടെ കൂടെ ഇപ്പം നടന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് താഴെ കണ്ടാൽ മനസ്സിലാവും. കിടിലം വ്യൂ ആണ് ഗൈസ്. ഏകദേശം നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ കാണാം മരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റുള്ള മരങ്ങൾ തന്നെ ഈ ടവറിനെക്കാട്ടിൽ ഏകദേശം 3-4 താഴ്ചയിലാണ് ഉള്ളത്. ഏകദേശം അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഈ റിഗ ഫുള്ള് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചുറ്റും കാണാം. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമോ അറിയത്തില്ല. ക്യാമറയിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കടൽ കാണാൻ പറ്റും. അവിടെ പോർട്ടുകൾ എല്ലാം ഒറ്റ വ്യൂവിൽ നമുക്ക് ഇവിടുന്ന് നിന്നാൽ കിട്ടും. അത് മാത്രമല്ല ഗൈസ്, ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് നേരെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇത് റൂമുണ്ട്. ഞങ്ങളിത് ഓപ്പൺ ആക്കാൻ നോക്കി, പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്. അത് മാത്രമല്ല ഗൈസ്, നല്ല ഹൈറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഗൈസ്, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ലാറ്റ്വിയയിലുള്ളവർക്കും ഇനി ലാറ്റ്വിയ വരാനിരുന്നവർക്കും ഇതൊരു കിടിലൻ സ്പോട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സൺസെറ്റ് സമയത്ത് വരുന്നതാണ്. കാരണം ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കിഡിലെ ഒരു വ്യൂ ആണ്. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അവിടെ പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കിഡിലെ ഒരു നിങ്ങൾക്ക് വ്യൂ കിട്ടുമെന്നാണ്. അത് മാത്രമല്ല ഗൈസ്, ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇനി ഒരു കിഡിലൻ വീഡിയോ ആയിട്ടും അതിൽ കിഡിലെ ഹിഡൻ സ്പോട്ടുകളായിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സൈനിങ്.